ഔ, സന്തോഷായി. ആ ക്ഷീണവും മടുപ്പും ഒക്കെ മാറി. കുഞ്ഞിഷ, അടിയൻ. ആ എടുത്തു കൊടുക്കുക. കൊച്ചിരമ്മ. ഓ, ഭാഗ്യാണേ. അല്ലെങ്കിൽ അസുഖം കഴിഞ്ഞ് കുളിച്ച അന്ന് തന്നെ അവിടുന്ന് വരാനും ഒരു കീർത്തനം കേൾക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവുമോ? വിചാരിച്ചതല്ല. ഞാനും മുൻകൂട്ടി വിചാരിക്കാത്തൊരു വരവാ. അസുഖമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വന്ന് ശല്യപ്പെടുത്തില്ലായിരുന്നു. ഏയ്, നന്നായേ ഉള്ളൂ. ഏതായാലും ഇന്നിനി യാത്ര വേണ്ട. അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് എന്തേലുമൊക്കെ സംസാരിച്ചിരിക്കാൻ കുറച്ചു നേരം. സന്തോഷമേ ഉള്ളൂ. ആ, മാപ്പാക്കണം. രാത്രി അധിക നേരം ഉറക്കളക്കരുതെന്ന്. ഓ ഇല്ലില്ലില്ല. വിഷയം സംഗീതമാവുമ്പോ നേരം പുലരുന്നത് വരെയാണല്ലോ നമ്മുടെ പതിവ്. ഇന്നത് വേണ്ട എന്നവള് പറയായിരുന്നു. മനസ്സിലായില്ലേ? എന്റെ മകളാണ്. ഉവ്വ്, ഒരിക്കൽ പറയണ്ടായി. ആ, നൃത്തം പഠിക്കണ്ടല്ലേ? ഉവ്വ്. ആ, എന്നാൽ വിശ്രമിച്ചോളൂ കുഞ്ഞിഷ. അടിയൻ. ആ. വന്നോളൂ. ആ, പക്കമേളക്കാർക്ക് കോടിയും ദക്ഷിണയും കൊടുക്കാൻ മറക്കണ്ട കുഞ്ഞിഷ. ഓ, ആ, ഊണൊക്കെ കാലായില്ലേ? കുളിച്ചു വരുമ്പോഴേക്കും കാലാവും. ആ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ചെറിയച്ഛ, ക്ഷേമം തന്നെയല്ലേ? നമ്മുടെ ബാലരാമനും ഉണ്ട് കൂടെ. ആ, 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 ആ. എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ട്. ആ, മരുന്ന് കഴിക്കാൻ സമയായി. കുറച്ചു ദിവസം ഉണ്ടല്ലോ, സൗകര്യമായിട്ട് സംസാരിക്കാം. അല്ല, എനിക്ക് പറയാനുള്ള പോയി. വന്നിട്ടൊന്നും മുഖം കാണിക്കാൻ പോലും ഏട്ടൻ അനുവദിച്ചില്ല. കരയാതെ. എല്ലാരും വന്നു എന്നറിഞ്ഞു, സന്തോഷായി. എന്തിനാ കേശവപിള്ളേ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് ലീവൊക്കെ എടുത്ത് പണച്ചെലവ്, ബുദ്ധിമുട്ട്. ഏട്ടന് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? ലീവും പണച്ചെലവും ഒന്നും ഇക്കാര്യത്തിൽ പ്രശ്നമല്ല. രാജന് എങ്ങനെ ഇവിടെ എത്തി അമ്മമ്മ കണ്ടാ മതിയെന്നായിരുന്നു. താനങ്ങ് തടിച്ചു പോയില്ലോ. അമ്പിയെ കരച്ചിലോടെ കരച്ചില്. എവിടെ അവള്? വരൂ. ആ, മിടുക്കി. പഠിക്കണുണ്ടോ നീ? ഉവ്വ്. ആ, അപ്പോ പോണേന് മുമ്പ് വിശദമായിട്ട് കാണാം. ഞാനും അമ്മയും അമ്പിയെ ഇനി തിരിച്ചു കൊണ്ടാന്നാ കരുതുന്നേ. അപ്പോ ഇയാളോട് ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ല, മദ്രാസ് എനിക്കും അടുത്തു. ഏട്ടാ, ബോംബെന്ന് രവി വന്നിട്ടുണ്ട്. സുഖമില്ലാന്ന് അറിഞ്ഞ ഉടനെ വിമാനം പിടിച്ചാവും വന്നേ ബാബേന്ന്. ഓ, താനിപ്പോ വിമാനത്തിലൊക്കെ ആയോ യാത്ര? ആ, ശരിക്കും താനിപ്പോ ഒരു ബോംബെക്കാരനായിട്ടുണ്ട്. ഞാൻ ഭയപ്പെട്ടു പോയി അമ്മാമേ. എന്താ, മരിച്ചുപോയി എന്ന് വിചാരിച്ചോ? അമ്മാമേ, ആ, ഇങ്ങനെയുള്ള കടുത്ത വാക്കുകൾ പറയരുത്. എനിക്കത് കേൾക്കാൻ കൂടി വയ്യ. ഞാൻ വെറുതെ നേരം പോക്ക് പറഞ്ഞല്ലോടോ. ആ, ആ, എന്താ നമ്പൂരി പിന്നിൽ തന്നെ നിന്ന് കളഞ്ഞത്? നമ്മളെന്നും പിന്നിലല്ലേ നിന്നിട്ടുള്ളൂ. ഓ, ഗുപ്തനെ കലാമണ്ഡലത്തിൽ ചേർക്കണമെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഏട്ടനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. അമ്മാമ്മയുടെ പാരമ്പര്യം ഞാനായിട്ടെങ്കിലും നിലനിർത്തണ്ടേ? ബാക്കിയുള്ള അനന്തരവന്മാരെല്ലാം കലാബോധമില്ലാത്ത അരസ്യന്മാരാണല്ലോ. അതുകൊണ്ട് സന്തോഷായി. എന്റെ കാലശേഷം ഈ കലയും സാഹിത്യവും ഒക്കെ നിന്നു പോവോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പൊ ഇങ്ങനൊരു അവതാരം ഉണ്ടായല്ലോ, നന്നായി. അത് അമ്മാമ്മ ശരിക്കും പറഞ്ഞാണോ അതോ എന്നെ ഒന്ന് താങ്ങിയതാണോ? ശരിക്കും പറഞ്ഞു തന്നെയാ. എന്താ എന്നെ ഉടനെ കാണണമെന്ന് പറഞ്ഞത്? ഒരു വിശേഷമുണ്ട്. അലമാരിയിലെ ഒരു കേസിന്റെ ഫയൽ തിരഞ്ഞപ്പോ ഞാനൊരു വട്ടം കണ്ടു. എന്താ, വല്ല രത്നങ്ങളാണോ? ആ, എന്ന് വേണമെങ്കിൽ പറയാം. സ്വത്തുവകകളുടെ ചില ഉടമ്പടി പത്രങ്ങള്. അപ്പോ പറഞ്ഞു കേട്ടതൊക്കെ ശരി തന്നെയാ. നമുക്ക് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? വിശദമായിട്ട് നോക്കാൻ പറ്റിയില്ല. ആ കണക്കെഴുത്ത് മേനോൻ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും കിട്ടിയ സമയം കൊണ്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കി. കൊട്ടാരവും കൃഷിസ്ഥലങ്ങളും എല്ലാം ജാനകി തമ്പുരാട്ടിക്കും സുഭദ്ര തമ്പുരാട്ടിക്കും മാധു തമ്പുരാട്ടി കൂടെ എഴുതി വെച്ചിരിക്കുക. അച്ഛാ, നീലഗിരിയിലെ എസ്റ്റേറ്റ് നമ്മുടെ ഭാഗത്ത് പെടുത്തിയെടുക്കണം. അതിനുവേണ്ടി മറ്റു കൃഷി സ്ഥലങ്ങൾ വിട്ടുകൊടുത്താ പോരെ? അല്ല, എസ്റ്റേറ്റിന് വേറെ പ്രമാണം എഴുതിയിട്ടുണ്ട്. അത് ഭാഗീരഥി തമ്പുരാട്ടിക്കും രാധയും കൂടെ എഴുതിയിരിക്കുന്നത്. നിലമ്പൂർ ഒഴിഞ്ഞെടുക്കുന്ന കോവിലകവും ഇവർക്ക് രണ്ടുപേരും കൂടെ എഴുതിയിരിക്കുന്നത്. തമ്പുരാട്ടിയുടെ മരണശേഷം ഇതെല്ലാം രാധയ്ക്ക് വന്നു ചേരും. ആ ശൂദ്രച്ചിക്കോ? അടിച്ചുകളിക്കാരൻ ആയിരച്ചിക്ക് പിഴച്ചുണ്ടായ പെണ്ണിന് രാജസ്വത്തിൽ എന്താ അവകാശം? ആ, എനിക്കറിയില്ല. എന്ത് തന്തയില്ലാത്ത പണിയാ ഈ അമ്മാമ കാണിച്ചത്? അതെല്ലാം തിരുമനസിനോട് നേരിട്ട് പോയി ചോദിച്ചാൽ. ഞാൻ ചോദിക്കും, അത് വേറെ കാര്യം. ഞാൻ മാത്രമല്ല, അവകാശമുള്ള അനന്തരവന്മാര് വേറെ ഉണ്ടല്ലോ ഇവിടെ, അവരെയും കൂട്ടാം. വെള്ളേച്ചാ, നമ്മൾ അമ്മ വഴിക്ക് ബന്ധുക്കളാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നത്. എന്റെ കഞ്ഞി മണ്ണിടരുത്. താൻ പേടിക്കണ്ട, തന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. എസ്റ്റേറ്റ് കൈവിട്ടു പോയതിലാ എനിക്ക് സങ്കടം. അതങ്ങനെ കൈവിട്ടു പോവുകയൊന്നുമില്ല. അതിനുള്ള ചില പ്ലാനൊക്കെ ഞാൻ മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കിയാ
എസ്റ്റേറ്റ് രാധയുടെ പേരിൽ എഴുതിയത് നന്നായി. മുഴുവൻ 3 ഭാഗിക്കേണ്ടി വരില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. തനിക്കൊന്നും മനസ്സിലാവില്ല. എടോ, രാധ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ പിന്നെ എസ്റ്റേറ്റ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരില്ലേ? എന്റെ ഭഗവതി, നിങ്ങളുടെ ഒരു ബുദ്ധി. ബുദ്ധി എന്റേതല്ല, ദേ ഇരിക്കുന്നു ബുദ്ധിമാൻ. തന്നെ ഒന്ന് സൗകര്യത്തിന് കാണാൻ കിട്ടുന്നില്ലല്ലോ. താൻ എവിടെയാ കയറി പതുങ്ങിയിരിക്കണത്? മനുഷ്യരുടെ മുമ്പിൽ വരാൻ പാടില്ല എന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇല്ല. ആ നിക്ക, ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഇവിടെ തന്നെ ഇങ്ങനെ കൂടിയാൽ മനസ്സ് മരവിക്കില്ലേ കുട്ടി? എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കണം, വേണ്ടേ? എനിക്കിവിടെ സുഖം തന്നെയാണല്ലോ. ഇവിടെ എന്ത് സുഖം? അമ്മാമയ്ക്കും അമ്മായിക്കും 3 നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നതോ? കുട്ടിയെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോവാം ബോംബെക്ക്. അച്ഛൻ എന്നെ അന്വേഷിച്ചു. നിക്കുക, നീലഗിരിയിലെ എസ്റ്റേറ്റ് രാധക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എസ്റ്റേറ്റോ? അതെ. ഞാനെന്തിനാ അതൊക്കെ നോക്കണേ? രാധയുടെ പേരുള്ള എസ്റ്റേറ്റ് പിന്നെ മറ്റാരെങ്കിലും നോക്കി നടത്തുവോ? നീലഗിരിയിൽ ഒരു ബംഗ്ലാവ് പണിയിപ്പിച്ച് അവിടെ കൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിട്ടുള്ള കാലാവസ്ഥ അവിടെ. ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓ, അത് ശരി. പുറകെ വന്നതാവും കുട്ടിയുടെ. അതെ, ഞാൻ ചെറിയമ്മോട് പറഞ്ഞു കൊടുക്കും താനിങ്ങനെ ചില വൃത്തികെട്ട കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നു. ഒരു വിരോധം ഇല്ല. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിൽ രവിയേട്ടൻ താല്പര്യം കാണിക്കാണ്ടിരുന്നാ മതി. മൂത്തവരെ ഗുണദോഷിക്കാരൊക്കെ ആയോ താൻ? പോയിക്കോളൂ. സ്വത്തുക്കളുടെ കാര്യത്തിൽ ചില സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സത്യാവസ്ഥ അറിയാനൊരാശ. കേട്ടതൊക്കെ ശരി തന്നെയാ. ബില്ല് എഴുതി രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. എസ്റ്റേറ്റ് ഒഴിച്ചുള്ള എല്ലാ സ്വത്തുക്കളും 3 തമ്പുരാട്ടിമാരുടെയും മറ്റുള്ളവരുടെയും പേർക്കാ എഴുതി വെച്ചിരിക്കുന്നു. എസ്റ്റേറ്റ് രാധികയ്ക്കും വലിയ തമ്പുരാട്ടിക്കും മാലി തമ്പുരാട്ടിക്കും കൂടെ. പിന്നെ കണക്കിലൊന്നും പെടാത്ത കുറച്ച് പൊന്നും പണവുമുണ്ട്. അത് ആർക്കും ഒരു കുറവും വരാത്ത വിധത്തിൽ വീതിച്ചങ്ങോട്ട് തരും. പക്ഷെ തമ്പുരാന്റെ കാലശേഷേ കൈ കിട്ടും. അതുവരെ ജീവിക്കാനുള്ളത് മുടക്കം കൂടാതെ ഇവിടുന്ന് തരുന്നുണ്ടല്ലോ. അപ്പോ കാലശേഷമേ കിട്ടൂ അല്ലേ? പ്രശ്നവശാൽ 84 വയസ്സിൽ മരിക്കാനൊരു യോഗമുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ 96 വയസ്സ് വരെ യമധർമ്മന് പോലും തൊടാൻ പറ്റില്ല. അപ്പോ 96 കൂട്ടുന്നത് തന്നെയാ നല്ലത് അല്ലേ? അപ്പോ പിന്നെ ഇനിയും 10-36 വർഷം. അപ്പോഴേക്കും നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊക്കെ കൂടി വന്ന 5-10 കൊല്ലം കൂടി ഉണ്ട് ആയുസ്. ഇപ്പോഴേ തളർച്ചയും കിതപ്പും ഒക്കെ ഉണ്ട്. ഗുപ്ത, ഉറക്കൊളിക്കാണ്ട് പോയി കിടന്നുറങ്ങുക. അമ്മാവൻ തിരുമനസിന്റെ സ്വത്ത് അനുഭവിക്കാന്ന് മോഹിക്കണ്ട. അച്ഛൻ ഇരിക്കൂ, പോകാൻ വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി അമ്മാമയെ കണ്ട് സങ്കടം പറയാം. തരാമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഉടനെ തന്നെ തരണം നിങ്ങൾ പറയാം. ചോദിക്കേ വേണ്ടു, ഉടനെ ഇങ്ങോട്ട് എടുത്തു തരും. എന്റെ ഗുപ്ത, താൻ ഇത്ര മണ്ടനായി പോയല്ലോ. അമ്മാമയെ ഇത്രയും കാലമായിട്ടും താൻ പഠിച്ചില്ലേ? നിധി കാക്കുന്ന ഭൂതാണ് ആ കിഴവൻ. നടക്കുന്ന കാര്യം വല്ലോണ്ട് ആലോചിക്കുക. ഒരു കേസ് കൊടുത്താലോ? കിളവനും ആ തള്ളയെ പോലെ സ്ഥിരബുദ്ധി ഇല്ല എന്ന് വരുത്തിയ എഴുതി വെച്ചിരിക്കണ വില്ല് അസാധുവാവില്ലേ? അച്ഛാ, കേസിനും പ്രശ്നത്തിനും ഒക്കെ പോയാ ഉള്ളതും കൂടി ഇല്ലാണ്ടാവേ ഉള്ളൂ. വെറുതെ വെട്ടിത്തങ്ങൾ ഓരോന്ന് ആലോചിക്കണ്ട. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഹേയ്, ഒന്നും ചെയ്യാനില്ല. 3 നേരം സുഖമായിട്ട് ഉണ്ടു ഉറങ്ങി അങ്ങോട്ട് കഴിഞ്ഞു കൂടുക, അത്ര തന്നെ. കിട്ടുന്നതിൽ ഒരു ഓഹരി എനിക്കും ബാലരാമനും കൂടി തരാമെങ്കിൽ വഴി ഞാൻ പറയാം. തരുവോ? തരാം. തരാം. ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ്. യുദ്ധം ചെയ്യുക. യുദ്ധത്തിൽ നിഗ്രഹം പാവമല്ല, യശസ്സാണ്. കൊല്ലേ, അതും സ്വന്തം അമ്മാമേ. ശ്രീകൃഷ്ണൻ മാസുരൻ കംസനെ വധിച്ച കഥ കേട്ടിട്ടില്ലേ? അർജുനൻ സ്വന്തം സഹോദരനായ കർണന്റെ നെഞ്ചത്ത് ദിവ്യാസ്ത്രം പ്രയോഗിച്ചത് കേട്ടിട്ടില്ലേ? അതൊന്നും അധർമ്മമായിരുന്നില്ല. യുദ്ധത്തിൽ പിതാവോ പുത്രനോ അമ്മാവനോ അനന്തരവനോ ആരുമില്ല. ശത്രു മാത്രമേ ഉള്ളൂ. ശത്രു.
എന്തായി ആ സമയത്ത്? നീ വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കണല്ലോ. എന്താ ഉണ്ടായേ? പറയാ. ഞാനൊരു സ്വപ്നം കണ്ടു. അത്രേ ഉള്ളൂ. അച്ഛൻ സൂക്ഷിക്കണം, ശത്രുക്കളാണ് ചുറ്റും. അയ്യേ, എന്താ ഇത്? ഒരു സ്വപ്നം കണ്ടു എന്ന് വെച്ചാ ഇങ്ങനെ പരിഭ്രമിക്കണത്? അച്ഛനൊന്നും വരില്ല. ചുറ്റും ചിരിച്ചു കാണിക്കണ മുഖങ്ങളൊക്കെ പൊയ്യാണെന്നറിയാം. വഹകളിലാണ് എല്ലാവർക്കും നോട്ടം. കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, ഞാനിതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പോണുണ്ടോ. എന്നാലും ഈ ആർത്തി കാണുമ്പോഴാ. നിന്നെ ഒരു സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കണതിലും അച്ഛന് സന്തോഷമുള്ളൂ. പോയി കിടന്നോളൂ. ആരാ ഇപ്പൊ കളിച്ചേ? ഉറക്കം വരണില്ല അച്ഛാ, ഞാനിരിക്കാം. വേണ്ട, പോയി കിടന്നോളൂ. എനിക്കിതൊക്കെ പതിവാ. രണ്ടു മാസം ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര പെട്ടെന്ന് പുറപ്പെടുന്നേ? പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. എന്നാലേ ഏട്ടൻ തിരുമനസിനോടൊന്ന് പറഞ്ഞിട്ട് പോണം. അതിനൊന്നും നിക്കണ്ട, വാ. അന്വേഷിക്കുകയാണെങ്കിൽ അമ്മ പറഞ്ഞാൽ മതി. ഓ, അങ്ങേർക്ക് ഇപ്പൊ അതിനല്ലേ നേരം. സമയം കളയാതെ വേഗം പുറപ്പെടെ. വേണ്ട, നീ വരണ്ട. 3 നാളായിട്ട് ഇറങ്ങണ്ട. ഞാൻ അവരെ കൊണ്ട് വിട്ടിട്ട് വരാം. ആ, രവി വന്നിട്ടുണ്ട്. ശംഭു മഹാദേവ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉദയവർമ്മ ഒരു വൃദ്ധൻ മാത്രമാണെന്ന് ധരിക്കരുത്. സ്ഥാനവും അധികാരവും ഇല്ലെങ്കിലും അയാൾ രാജാവാണ്. ആ പദവിയുമുണ്ട്. മാത്രമല്ല സർക്കാർ തലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുമാണ്. ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ നിങ്ങൾ എല്ലാവരും ഇരുമ്പുഴയ്ക്കുള്ളിലാണ്. ഈ പാവപ്പെട്ട അന്ധൻ രക്ഷപ്പെടും. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ യാദൃശ്ചികമായ ഒരു അപകടം മൂലമോ ആയിരിക്കണം മരണം. കൊലപാതകമാണെന്ന് സംശയം കൂടി തോന്നാൻ പാടില്ല. അത് സാധിക്കോ? സാധിക്കണം. വെറുതെ വധിക്കാനാണെങ്കിൽ ആർക്കും ആരെയും വധിക്കാം. തനിക്കും പറ്റും. കൊണ്ടുവരുന്നയാൾ സമർത്ഥനായിരിക്കണം. ബുദ്ധിയും വൈഭവമുള്ള ആളായിരിക്കണം. കാഴ്ചയിലും പെരുമാറ്റത്തിലും ആർക്കും ഒരു സംശയവും തോന്നരുത്. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഈ പദ്ധതി അങ്ങ് മറന്നേക്കും. ബോംബെയിൽ കിട്ടാണ്ടിരിക്കില്ല. അധോലോക രാജാക്കന്മാരുടെ നാടാണ് ബോംബെ. മുത്തശ്ശൻ അറിയോ അത്? ഈ അന്ധൻ എന്തറിയാൻ? ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഐകമത്യം മഹാബലം. ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ലത്. സ്ത്രീകളോട് ഒരു കാരണവശാലും ഒന്നും പറയരുത്. കഴുത്ത് അങ്ങോട്ട് കണ്ടിച്ചാലും ഞാൻ മാധവിയോട് പറയുന്ന പ്രശ്നമില്ല. അപ്പൊ ഞാൻ പോയി വരട്ടെ മുത്തശ്ശ. വിജയീ ഭവ, വിജയീ ഭവ. ये अच्छा माल है भाई। नहीं नहीं, मेरे पास पैसे नहीं है। कह दिया ना मुझे नहीं है, तुम जाके बढ़ा दो। नहीं चाहिए, नहीं चाहिए। ले लो भाई, अच्छा माल है। नहीं सस्ता चाहिए। में देगा। नहीं चाहिए। ये जापान की माल है। क्या दाम में देगा, जल्दी बोलो। 400, 500, 600। ये दाम तो बहुत ज्यादा, प्लीज। अरे भाई, भाई, आओ भाई. अरे പാഹേരെ കൊണ്ടു. ഏത് നായിന്റെ മോനാണ് കണി കണ്ടത്?
തമ്പ്രാൻ തമ്പ്രാൻ എവിടെയാണ്? വല്ലതും വേണോ? ജപ്പാന്റെ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ വേറൊരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാ. മാമച്ചനായിരിക്കും, നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ പറ്റുള്ളൂ. അതല്ല, എനിക്ക് ആ കബീർ ദാദെ ഒന്ന് കാണണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കബീർ ദാദെ? അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ല? എന്ത്? മൂപ്പരകത്തായി. അകത്താ? ആ, ഒരു മാർവാടിനെ കൊന്ന കേസില് ആ ഗ്യാങ് മുഴുവൻ ചെയ്യില്ല. അല്ല, ഇതെന്താ ഇപ്പൊ നല്ല നല്ല തമ്പുരാക്കന്മാർ വിട്ടാളി ദാദന്മാരൊക്കെ ഒരു കമ്പനി? അത് വേറൊരു ആവശ്യത്തിനാ. എന്താവശ്യം ഉണ്ടെച്ചാല് കാര്യം തുറന്നു പറഞ്ഞോളി, ഞമ്മള് ശരിയായി തരാം. അതല്ല കബീർ ദാദ എന്നെ പറ്റുള്ളൂന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. എങ്ങനെയാണെച്ചാ പറഞ്ഞോളി. ബൊമ്പായില് ദാദമാർക്കാ പഞ്ഞോ? ഇങ്ങോട്ട് പറയുന്നു. ഇതിപ്പോ നിങ്ങൾക്കാർക്കും ചെയ്യാവുന്ന കാര്യല്ലേ ഉള്ളൂ. 10-60 വയസ്സായ ഒരു കിഴവനെ കൊല്ലാൻ ഈ ബോംബെന്ന് 2 ലക്ഷം ഉറുപ്പ്യം കൊടുത്ത ഒരാളെ കൊണ്ടുപോണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. അമ്മാമ്മ രാജാവാണ്, സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ എല്ലാവരും അകത്താകും. അതുകൊണ്ട് വളരെ തന്ത്രപൂർവം വേണം കാര്യങ്ങൾ ചെയ്യാൻ. ചുരുക്കി പറഞ്ഞാൽ ചോര പുറത്തു വരാൻ പാടില്ല എന്നർത്ഥം അല്ലേ? ശരി, നമുക്ക് നോക്കാം. ചൗധരി സാബ്, ठीक है? അങ്ങോട്ട് നോക്ക്. അച്ഛാജി, മൂപ്പര് നമുക്ക് പറ്റിയ ആളാ ചൗധരി സാഹിബ്. അയാളെങ്ങനെ അത് മതിയോ? അല്ലെങ്കിൽ അയാൾ അടുത്തിരിക്കുന്ന ആളാ സുന്ദർ സിംഗ്? അതെങ്ങനെ? രണ്ടും കണക്കാ? എങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിച്ച് ഉറപ്പിച്ച് അഡ്വാൻസ് കൊടുക്കാം. ഇയാള് വേണ്ട, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഗുണ്ടയാണെന്ന്. ഈ കൊല്ലാനും തല്ലാനും നടക്കണമല്ലൊക്കെ പ്രേംനസീറിന്റെ അടുക്ക് ഉണ്ടാവോ? ഈ പൊള്ളയിൽ കാഴ്ചക്ക് വേദമുള്ള ആളാ ചൗധരി. കൊട്ടാരത്തിൽ വന്ന് താമസിക്കുകയും മറ്റും ചെയ്യുമ്പോ ആളിന് അതിനെ പറ്റിയ ഒരു കാഴ്ചയൊക്കെ വേണ്ടേ? അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലക്ഷണത്തിന് ആളെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ അറിഞ്ഞു തരൂ. നല്ല മുഖശ്രീ. തമാശ പറയാതെ സംഭവം നടക്കുമല്ലോ എന്ന് പറ, അല്ലെങ്കിൽ എനിക്ക് വേറെ വല്ല വഴി ആലോചിക്കണം. ഇപ്പം കാണിച്ചെന്ന് ആരും പറ്റിയില്ലല്ലേ? പിന്നെ ഒരാളുണ്ട്, പക്ഷെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ആരാ? ഒരു ശൈത്താനാണ്. ഓനെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച് കിട്ടിയ റെഡിയാ. പുഷ്പം പോലെ കൊന്നു കൈ തരും. കൊല്ലാന്ന് വെച്ചാ ആറ്റിനും കോയിനും ഇറക്കണേൽക്കൊന്നല്ല, വളരെ മയത്തിലും ചിട്ടയിലും ക്ലിക്ക് സംഗതി അയക്കും. അതും ആരും എവിടെയും കയറി ചെന്ന് കൊല്ലുന്ന ടൈപ്പൊന്നല്ല. പറ്റിയ പാർട്ടിയാണെങ്കിൽ തരം കിട്ടിയ കൊല്ലുമെന്ന് മാത്രം. കാഴ്ചക്ക് എങ്ങനെ? കാഴ്ചക്ക് നിങ്ങളെ പോലെ തന്നെ. ആ, പിന്നെ നല്ല ഒത്ത പൊക്കും നല്ല വണ്ണമൊക്കെ ഉണ്ട്. പിന്നെ നിറം ഇങ്ങനെ കറുത്തിട്ടല്ല, നല്ല പൊന്നിന്റെ നിറ. പിന്നെ മുഖം ഇങ്ങനെ കൂർത്തിട്ടല്ല, റൗണ്ട് ഫിഗറാ. പിന്നെ എന്നെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത്? അത് ഞാനിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായം പറയുന്നത് മാത്രം. ഇപ്പൊ